ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ഇന്നൊരു നൈസ് ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് എൻ്റെ ഈ ഡേ ഇവിടെ തുടങ്ങുകയാണ്. എൻ്റെ ഡേ എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു മൈഗ്രൈൻ്റെ ചെക്കപ്പിന്. അപ്പം 1 വീക്ക് ഗുളിക കുടിച്ചിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളതെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചത്തേക്ക് ഗുളിക എഴുതി തന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ചെക്കപ്പിന് പോവുകയാണ്. ബുള്ളറ്റ് റാണി പറഞ്ഞതിൻ്റെ അതിരി എല്ലാവർക്കും അസുഖം ഉണ്ടാവും, എനിക്കും അസുഖമുണ്ട്. ഞാനെന്തോ ഹോസ്പിറ്റലിൽ പോകുന്നത് പൊങ്ങച്ചടിക്കുന്നതിൻ്റെ മാതിരിയാണ് ചിലർ കാണുന്നത്. ഹോസ്പിറ്റലിൽ പോകാൻ ഇവന്മാർക്കൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിച്ച് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അവിടെ പോയിട്ട് ചിലപ്പോൾ ഈവനിങ് ആവും ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അത്രയും നേരം കുത്തിരിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പം ഇന്ന് പോയി കാണിക്കട്ടെ. എന്താണ് മെഡിസിൻ ഡോസ് കൂട്ടുമോ കുറയ്ക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. കഴിഞ്ഞൊരു വീക്കിൽ എനിക്ക് ഡോസ് കൂട്ടി തന്നതാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മൈഗ്രെയിൻ വന്നു. എൻ്റെ അടുത്തുണ്ട് കേട്ടോ അപാകതകൾ ഒരുപാട്. കാരണം റെഗുലറായിട്ട് ഫുഡ് കഴിക്കില്ല, ടെൻഷന്, ഉറക്കം. പിന്നെ ആ ഗുളികമ്മൽ ബുള്ളറ്റ് റാണി നീയും ഗുളിക കുടിച്ചാൽ ഉറങ്ങിപ്പോകുമെന്ന് എനിക്കറിയാം. ഞാൻ ഇതാരെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും. ഞാനൊരു ഇന്നലെ ഒരാളുടെ വീഡിയോ കാണാനിടയായി, ഒരു ബുള്ളറ്റ് റാണിയുടെ. എന്താ വെച്ചാൽ ജസ്നക്ക് മാത്രമല്ല ഗുളികയൊക്കെ കുടിക്കാനുള്ളത്, ഞങ്ങൾക്കും ഗുളികയൊക്കെ കുടിക്കാനുണ്ട്. ഞങ്ങളും ഹോസ്പിറ്റലിലൊക്കെ പോകാറുണ്ട്. ഇവളെന്തോ പൊങ്ങച്ചായിട്ടാണ് കണക്കാക്കിയത് എൻ്റെ അസുഖത്തെ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവളെ കളിയാക്കിയതാണ് കേട്ടോ. പിന്നെ പോയിട്ട് കാണിക്കട്ടെ. ഡോസ് കൂട്ടി തരുമോ കുറച്ച് തരുമോ എന്നൊക്കെ ഉള്ളത് നോക്കട്ടെ. ഒരു 1 വീക്ക് ഡോക്ടർ ഒരു ഒബ്സർവേഷൻ എന്ന പോലെ ഗുളിക കുടിച്ചിട്ട് എങ്ങനെയാണ് അവസ്ഥ, കാരണം കുറച്ച് ഡോസ് കൂട്ടി തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടർ പറയുന്നത് എന്താ വെച്ചാൽ ഗുളിക കുടിച്ചാൽ ഭയങ്കര ക്ഷീണമായിരിക്കുന്ന. ആർക്ക്? ഏതായാലും ഒന്ന് പോയിട്ട് ഫ്രഷ് ആവട്ടെ കേട്ടോ. ടാറ്റാ.